നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു. കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. യാത്രാ ദുരിതത്തിൽ വലഞ്ഞ യാത്രക്കാർ. കേരളം ഉൾപ്പെടെയുള്ള കർണാടക, ഗോവ, മഹാരാഷ്ട്ര, പശ്ചിമ തീരത്ത് ഇനിയുള്ള ഒരാഴ്ച വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. രാജ്യത്ത് കോവിഡ് കേസുകൾ 7000 കടന്നു. 306 കേസുകൾ കൂടി. ആകെ ആക്റ്റീവ് കേസുകൾ 7121. 24 മണിക്കൂറിനിടെ 6 കോവിഡ് മരണം. വാർത്തകൾ വിശദമായി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു. റൂൾ കർവ് നിർദ്ദേശിക്കുന്നതിലും കൂടുതൽ ജലനിരപ്പ് എത്തിയതോടെയാണ് അധിക ജലം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കുന്നത്. സ്ലൂയിസ് വാൽവ് വഴി സെക്കൻഡിൽ 12.72 ഘനമീറ്റർ ജലമാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത്. ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയിലൂടെയുള്ള വൈദ്യുതോൽപാദനവും ആരംഭിച്ചു. ചിമ്മിനി ഡാം തുറന്നതോടെ കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ചെറിയ തോതിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈദ്യുതോൽപാദനത്തിനായി KECB വാൽവിലൂടെ 1 സെക്കൻഡിൽ 6.36 ഘനമീറ്റർ ജലവും റിവർ സ്ലൂയിസ് വഴി സെക്കൻഡിൽ 6.36 ഘനമീറ്റർ ജലവുമാണ് തുറന്നുവിടുന്നത്. ബുധനാഴ്ച രാവിലെ മുതലാണ് ഘട്ടം ഘട്ടമായി അധിക ജലം ഒഴുക്കിവിട്ടു തുടങ്ങിയത്. കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. 76.40 മീറ്റർ വരെ ജലം സംഭരിക്കാവുന്ന ചിമ്മിനി ഡാമിൽ ബുധനാഴ്ച വൈകിട്ട് 66.45 മീറ്റർ മാത്രമാണ് ജലനിരപ്പ്. ഡാമിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴ പ്രതീക്ഷിക്കുന്നതിനാൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. യാത്രാ ദുരിതത്തിൽ വലഞ്ഞ യാത്രക്കാർ. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ബുധനാഴ്ച രാവിലെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയായിരുന്നു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾ പാളുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണമെന്നാണ് ആരോപണം. പുതുക്കാട് മുതൽ ആമ്പല്ലൂർ വരെ വാഹനനിര നീണ്ടു. ജോലിക്കായി പോകുന്നവർ അടക്കം നിരവധി യാത്രക്കാരാണ് യാത്രാ ദുരിതത്തിൽ വലഞ്ഞത്. ബസ്സുകൾക്ക് സമയത്തെത്താൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലും ചെറിയ തോതിൽ ഗതാഗതക്കുരുക്കുണ്ടായി. രാവിലെ മുതൽ ശക്തമായ മഴ കൂടി പെയ്തതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയായിരുന്നു. അടിപ്പാത നിർമ്മാണം നടക്കുന്നത് മൂലം ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കാരണം ടോൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഇടക്കാല ഹർജിയിൽ ഗതാഗതക്കുരുക്കിനെ സംബന്ധിച്ച് ജൂൺ 13 വിശദീകരണം ബോധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കരാർ കമ്പനിക്ക് ടോൾ പിരിവിന്റെ കാലാവധി 2028 നീട്ടിക്കൊടുത്ത ഉത്തരവ് റദ്ദാക്കണമെന്ന് കരാർ പ്രകാരമുള്ള പണികൾ നടത്താത്തതിനാൽ ടോൾ പിരിവ് നിർത്തണമെന്നും കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താതെ ടോൾ പിരിവ് നടത്തുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഹർജി നൽകിയത്. അഡ്വക്കേറ്റ് KB ഗംഗേഷ് മുഖാന്തരം ഹൈക്കോടതിയിൽ കൊടുത്ത പ്രധാന ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി വിധി പറയാൻ വെച്ചു. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിന്റെ ബെഞ്ചിലാണ് കേസ് വാദത്തിനെടുത്തത്. കേസിൽ അടിപ്പാതയുടെ പണി നടക്കുന്നത് മൂലം രൂക്ഷമായ കുരുക്കുമൂലം യാത്രക്കാർ വലിയ ദുരിതം അനുഭവിക്കുന്നതുകൊണ്ട് താൽക്കാലികമായി ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇടക്കാല ഹർജി ബോധിപ്പിച്ചിരുന്നു. ഇടക്കാല ഹർജിയിൽ വാദം കേട്ട ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് അടിയന്തരമായി ഗതാഗതക്കുരുക്കിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അടുത്ത വെള്ളിയാഴ്ച ഹൈക്കോടതി ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. കേരളം ഉൾപ്പെടെയുള്ള കർണാടക, ഗോവ, മഹാരാഷ്ട്ര, പശ്ചിമ തീരത്ത് ഇനിയുള്ള ഒരാഴ്ച വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. തെക്കൻ ചൈന കടലിൽ ചുഴലിക്കാറ്റ് ഭീഷണിയുണ്ട്.
ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയും അറബിക്കടലിൽ കാലവർഷക്കാറ്റ് പതിയെ ശക്തി പ്രാപിക്കുന്നുമുണ്ട്. മഴയ്ക്കൊപ്പം കാറ്റും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഈ മണിക്കൂറുകളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജൂൺ 14 മുതൽ 16 തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ 12 മുതൽ 16 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 14 കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. രാജ്യത്ത് കോവിഡ് കേസുകൾ 7000 കടന്നു. 306 കേസുകൾ കൂടി. ആകെ ആക്റ്റീവ് കേസുകൾ 7121. 24 മണിക്കൂറിനിടെ 6 കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 3 മരണം കേരളത്തിലാണ്. കേരളത്തിൽ 170 പുതിയ ആക്റ്റീവ് കേസുകൾ കൂടി. ആകെ കേസുകൾ 2223. 87 വയസ്സുള്ള സ്ത്രീ, 78ഉം 69ഉം വയസ്സുള്ള പുരുഷന്മാരാണ് മരിച്ചത്. നിലവിൽ രാജ്യത്തെ ആക്റ്റീവ് കേസുകളിൽ 32% കേരളത്തിലാണ്. രോഗവ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഐസൊലേഷൻ കിടക്കകളും വെന്റിലേറ്ററുകളുമടക്കം സജ്ജമാക്കാൻ നിർദ്ദേശിച്ചു. രോഗങ്ങളുള്ളവർ ആൾക്കൂട്ടം ഒഴിവാക്കാനും മുന്നറിയിപ്പുണ്ട്. രോഗവ്യാപനം തടയുന്നതിനായി ജനങ്ങൾ ശുചിത്വം പാലിക്കണം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അണുക്കൾ പടരാതെ ശ്രദ്ധിക്കണം. രോഗങ്ങളുള്ളവർ ആൾക്കൂട്ടങ്ങളിലേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ശ്വാസകോശ രോഗങ്ങളുള്ളവർ സൂക്ഷിക്കണമെന്നും ഗുരുതര രോഗലക്ഷണങ്ങളുള്ളവർ വൈദ്യസഹായം തേടണമെന്നും നിർദ്ദേശിച്ചു. പരിശോധന കൂട്ടാനും നിർദ്ദേശമുണ്ട്. ശ്വാസകോശ രോഗം ബാധിച്ച എല്ലാവരെയും പകർച്ചപ്പനി പോലുള്ള രോഗങ്ങളുള്ളവരിൽ 5% പേരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കാനാണ് നിലവിൽ നിർദ്ദേശമുള്ളത്. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ രൂപീകരിച്ച സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി നിർവഹിച്ചു. സ്കൂൾ കുട്ടികൾക്ക് അവർ നേരിടുന്ന ഏത് പ്രശ്നത്തെക്കുറിച്ചും പോലീസിലേക്ക് പരാതികൾ രഹസ്യമായി നൽകുന്നതിന് വേണ്ടി സ്കൂളിൽ സ്ഥാപിച്ച പോലീസ് കംപ്ലയിന്റ് ബോക്സിന്റെ ഉദ്ഘാടനം പുതുക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എം മഹേന്ദ്ര സിംഹൻ നിർവഹിച്ചു. ചടങ്ങിൽ പ്രധാനാധ്യാപിക സിനി എം കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ, പുതുക്കാട് സബ് ഇൻസ്പെക്ടർ എച്ച് ഫിറോസ്, പ്രിൻസിപ്പൽ മദനചന്ദ്രൻ, കൺവീനർ യു കെ രാജു, PTA പ്രസിഡന്റ് NS ശാലിനി, വിദ്യാലയ വികസന സമിതി ചെയർമാൻ കെ ശേഖരൻ, OSA പ്രസിഡന്റ് ടോണി സേവിയർ എന്നിവർ പ്രസംഗിച്ചു. പരിപാടികൾക്ക് അധ്യാപകരായ മഞ്ജുഷ മാത്യു, MB സജീഷ് എന്നിവർ നേതൃത്വം നൽകി. പകരം വയ്ക്കാനില്ലാത്ത തിമില പ്രമാണി അന്നമനട പരമേശ്വരമാരാർ ഓർമ്മയായിട്ട് ജൂൺ 12 6 ആണ്ട് തികയുന്നു. വർഷങ്ങളോളം തൃശൂർ പൂരത്തിലെ മഠത്തിൽ വരവ് പഞ്ചവാദി നിരയെ നയിച്ച ഈ അതുല്യ പ്രതിഭയെ അന്നമനട പരമേശ്വരമാരാർ കലാ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച തൃശൂരിൽ അനുസ്മരിക്കും. പരമേശ്വര സ്മൃതി എന്ന പേരിൽ സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന അനുസ്മരണ ചടങ്ങ് പത്മശ്രീ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്യും. തീയാടി ശ്രീവത്സൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. മച്ചാട് മണികണ്ഠന് അന്നമനട പരമേശ്വരമാരാർ വാദ്യകലാ പുരസ്കാരം പെരുവനം കുട്ടന്മാരാർ ചടങ്ങിൽ സമ്മാനിക്കും. പയ്യന്നൂർ കൃഷ്ണമണി മാരാർക്ക് വാദ്യകലാചാര്യ പുരസ്കാരവും കുമ്മത്ത് നന്ദനന് വാദ്യശ്രീപതി പുരസ്കാരവും നൽകും. പാഞ്ഞാൾ വേലുക്കുട്ടി, തെന്നിലാപുരം കുട്ടൻ, മുതുവറ അനിയൻകുട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് കൃഷ്ണമണി മാരാർ നയിക്കുന്ന ഗീതി ഗോവിന്ദാമൃതം കൊട്ടിപ്പാടി സേവയുണ്ടാകും. സാധാരണക്കാരൻ്റെ സാമ്പത്തിക ആവശ്യത്തിനായി റോയൽ ഫിനാൻസ് ആൻഡ് ഗോൾഡ് ലോൺസ് എന്ന സ്ഥാപനം ആമ്പല്ലൂരിൽ വ്യാഴാഴ്ച രാവിലെ 11 പ്രവർത്തനം ആരംഭിക്കും. ആമ്പല്ലൂർ കൂടലി ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പഞ്ചായത്ത് അംഗം PK ശേഖരൻ ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ബസാർ റോഡ് ഓട്ടോ തൊഴിലാളി യൂണിയൻ AITUC രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. AITUC മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായി ബിജു മഞ്ഞളി സെക്രട്ടറി, VR രബീഷ് പ്രസിഡന്റ്, KH നസീർ ട്രഷറർ, ഡെൽജോ വർഗീസ് ജോയിന്റ് സെക്രട്ടറി, MR ജയകുമാർ വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു.
പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെ ഊട്ടുതിരുനാൾ ജൂൺ 15 ആഘോഷിക്കും. 14 വൈകിട്ട് ഫാദർ ജോസഫ് മാളിയേക്കലിൻ്റെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ അന്തോണീസിൻ്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും. അന്തോണി നാമധാരികളുടെ സംഗമവും ഉണ്ടാകും. തിരുനാൾ ദിനമായ 15 രാവിലെ ഫാദർ ജോബി കുര്യൻ വട്ടക്കുന്നിലിൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, ഊട്ടുനേർച്ച, വെഞ്ചരിപ്പ്, 10:30 ഫാദർ അമൽ മാളിയേക്കലിൻ്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, ഫാദർ ജിജി കുന്നലിൻ്റെ സന്ദേശം, തുടർന്ന് പ്രദക്ഷിണം, തിരുസ്വരൂപം അൾത്താരയിൽ തിരികെ പ്രതിഷ്ഠിക്കൽ, നേർച്ച സദ്യ എന്നിവ നടക്കും. ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ജൂൺ 14 വൈകിട്ട് 4 മറ്റത്തൂർ ഗവൺമെൻറ് LP സ്കൂൾ ഹാളിൽ വെച്ച് പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിക്കുന്നു. ഡോക്ടർ MP രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് തുടർച്ചയായ 6 ദിവസത്തിന് ശേഷം സ്വർണ്ണവില ഉയർന്നു. പവന് 600 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില വീണ്ടും 72,000 കടന്നു. 1 പവൻ സ്വർണത്തിൻ്റെ ബുധനാഴ്ചത്തെ വില 72,160 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 75 രൂപ വർദ്ധിച്ച് 9,020 രൂപയായി. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം ജൂൺ 13, 14, 15 തീയതികളിൽ അളഗപ്പ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കും. ജൂൺ 13 വൈകിട്ട് 4:30 പാർട്ടി ജന്മശതാബ്ദി പതാകകൾ ഉയർത്തും. 14, 15 തീയതികളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. CPI ദേശീയ കൗൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്യും. CPI ദേശീയ കൗൺസിൽ അംഗം K രാജൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VS പ്രിൻസ്, ഷീല വിജയകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് എന്നിവർ പങ്കെടുക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. എല്ലാ ഭക്ഷണങ്ങളിലും നാം ചേർത്ത് വരുന്ന ഒന്നാണ് പച്ചമുളക്. എരിവിനു വേണ്ടി കറിയിലും മറ്റും ചേർക്കുമെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന മറ്റൊരു വസ്തുവാണ് പച്ചമുളക്. എന്നാൽ വൈറ്റമിനുകളുടെയും കോപ്പർ, അയൺ, പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങളുടെയും മികച്ച ഒരു കലവറയാണ് പച്ചമുളക്. റിപ്പോർട്ട് കാണാം. പച്ചമുളകിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളെ അകറ്റി നിർത്താനും പച്ചമുളകിന് കഴിയും. വിറ്റാമിൻ സിയുടെ ഉറവിടമാണ് പച്ചമുളക്. അതുകൊണ്ട് പച്ചമുളക് കഴിച്ചാൽ നിങ്ങളുടെ ചർമ്മം മികച്ച ആരോഗ്യമുള്ളതും തിളക്കമുള്ളതുമായി മാറും. കൂടാതെ പച്ചമുളകിൽ വൈറ്റമിൻ സിയും നാരുകളും ധാരാളം അടങ്ങിയതിനാൽ ഇത് കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കും. ഹൃദയത്തെയും രക്തധമനികളെയും സംബന്ധിച്ച തകരാറുകൾക്കെല്ലാം പച്ചമുളക് ഗുണപ്രദമാണ്. പ്രത്യേകിച്ച് ഇത് രക്തധമനികൾ ശക്തിപ്പെടുത്തുകയും കൊഴുപ്പടിഞ്ഞ് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യും. കൂടാതെ രക്തത്തിലെ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് അളവ്, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്നിവ കുറയ്ക്കുന്നതിലൂടെയും ഫൈബ്രിനോലൈറ്റിക് പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും രക്തപ്രവാഹത്തിന് സാധ്യത കുറയ്ക്കുന്നു. പച്ചമുളകിലെ ക്യാപ്സൈസിൻ മൂക്കിലെയും സൈനസുകളിലെയും മ്യൂക്കസ് മെമ്പറൈൻസിനെ ഉത്തേജിപ്പിക്കുന്നു. ക്യാപ്സൈസിൻ ചർമ്മത്തിലൂടെയുള്ള രക്തയോട്ടം ഉത്തേജിപ്പിക്കുകയും മ്യൂക്കസ് ശ്രവണം നേർത്തതാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദവും വേദനയും കുറയ്ക്കാൻ വേണ്ടിയുള്ള മൂലകമാണ് എൻഡോർഫിൻസ്. പച്ചമുളക് കഴിച്ചാൽ ശരീരത്തിൽ സ്വാഭാവികമായി എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതുവഴി മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും കഴിയും. വിറ്റാമിൻ സി, ബീറ്റ കരോട്ടിൻ എന്നിവ അടങ്ങിയ പച്ചമുളക് ആരോഗ്യമുള്ള കണ്ണുകൾക്കും ചർമ്മത്തിനും രോഗപ്രതിരോധ സംവിധാനത്തിനും മികച്ചതാണ്. സ്വാഭാവികമായ അയൺ ധാരാളമായി അടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് പച്ചമുളക്. പച്ചമുളകിൽ വൈറ്റമിൻ K ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അസ്ഥിക്ഷയം എന്ന രോഗാവസ്ഥയ്ക്ക് പച്ചമുളക് കഴിക്കുന്നത് ഗുണം ചെയ്യും. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജ് യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെ സഹകരണത്തോടെ നടത്തുന്ന ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പൊതു അവധി ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന സമ്പർക്ക ക്ലാസുകൾ, ഓരോ വിഷയത്തിലും തയ്യാറാക്കിയ സ്വയം പഠന സഹായികൾ, നേരിട്ടും ഓൺലൈനുമായി നടക്കുന്ന തിയറി ക്ലാസുകൾ എന്നിവയിലൂടെയാണ് യോഗ പഠനം ക്രമീകരിക്കുന്നത്. 1 വർഷമാണ് ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ കാലാവധി. ജൂൺ 30 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് www.srecc.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9645800795.
ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. വെണ്ടൂർ ചിറയത്ത് പോൾസൺ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബെറ്റിയാണ് ഭാര്യ. ലിബിൻ, ലിയോ എന്നിവർ മക്കളും നിത, കീർത്തി എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങന്നൂർ മാളിയേക്കൽ മൊയലൻ ജോസ് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശോശാമയാണ് ഭാര്യ. സാജൻ, ജാക്സൺ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു. കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. യാത്രാ ദുരിതത്തിൽ വലഞ്ഞ് യാത്രക്കാർ. കേരളം ഉൾപ്പെടെയുള്ള കർണാടക, ഗോവ, മഹാരാഷ്ട്ര, പശ്ചിമ തീരത്ത് ഇനിയുള്ള ഒരാഴ്ച വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. രാജ്യത്ത് കോവിഡ് കേസുകൾ 7,000 കടന്നു. 306 കേസുകൾ കൂടി. ആകെ ആക്റ്റീവ് കേസുകൾ 7,121. 24 മണിക്കൂറിനിടെ 6 കോവിഡ് മരണം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.